നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. നാടകപ്രതിഭ ഇ.കെ. അയമുവിന്റെ ജീവിതകഥ ആവിഷ്കരിച്ച രാഹുൽ കൈമല സംവിധാനം ചെയ്ത ചോപ്പ് എന്ന സിനിമ കൊണ്ടോട്ടി മാപ്പിളകലാ അക്കാദമിയിലെ ടി എ റസാഖ് തിയേറ്ററിൽ പ്രദർശനം നടത്തും. ഈ മാപ്പിളകലാ അക്കാദമിയിൽ വെച്ച് നടക്കാൻ പോകുന്ന ഒരു വലിയ സാംസ്കാരിക പരിപാടിയുടെ കാര്യം ചർച്ച ചെയ്യുന്നതിനാണ്. ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് മൊയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമി കൊണ്ടോട്ടി, അതേപോലെ ഇ.കെ. അയമു സ്മാരക ട്രസ്റ്റ് നിലമ്പൂർ, പിന്നെ ടി എ റസാഖ് ഫിലിം സൊസൈറ്റി, ഈ 3 കൂട്ടായ്മകൾ ചേർന്നിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ മെയ് 19 എന്ന ഡേറ്റിൻ്റെ പ്രത്യേകത, അദ്ദേഹം നമ്മളെ ഇ.കെ. അയമു, മലയാളത്തിലെ ശ്രദ്ധേയനായ നാടകകൃത്ത് ഇ.കെ. അയമുവിൻ്റെ 57ാമത്തെ ചരമവാർഷികമാണെന്ന്. അപ്പോൾ ആ ചരമവാർഷികം ആചരിക്കുന്നതിൻ്റെ കാര്യം ഞങ്ങൾ യാദൃശ്ചികമായിട്ടാണ് ഇതെല്ലാം ഒരു വലിയ പരിപാടിയായിട്ട് മാറിയത്. മെയ് 19 ഇ.കെ. അയമുവിന്റെ 57ാം ചരമവാർഷികം കൊണ്ടോട്ടിയിൽ വിപുലമായ പരിപാടികളോടെ നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് സിനിമാ പ്രദർശനവും. മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമി, നിലമ്പൂർ ഇ.കെ. അയമു സ്മാരക ട്രസ്റ്റ്, കൊണ്ടോട്ടിയിലെ ടി എ റസാഖ് ഫിലിം സൊസൈറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് വാർഷിക പരിപാടികൾ. മെയ് 19 ആദ്യ പ്രദർശനത്തിനു ശേഷം 20 മുതൽ 23 വരെ വൈകുന്നേരം 6 മണിക്കാണ് സിനിമയുടെ പ്രദർശനം. 19 നടക്കുന്ന ചടങ്ങിൽ ചോപ്പ് സിനിമയിലെ അഭിനേതാക്കളടക്കം കലാ സാംസ്കാരിക രംഗത്തെ ഒട്ടേറെ പേർ സംബന്ധിക്കും. മനുഷ്യനാവണം എന്നുള്ള കേരളം മൊത്തം എടുത്ത പാട്ട് സിനിമയിലെ പാട്ടാണ്. പിന്നെ ഒന്ന് സിത്താരയാണ് പാടിയിട്ടുള്ളത്, മറ്റൊരു പാട്ട് വിദ്യാധരൻ മാഷാണ് പാടിയിട്ടുള്ളത്. അങ്ങനെ പഴയ കാലത്തെ KG ഉണ്ണീൻ്റെ ഒക്കെ വരികൾ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പൊന്നാനിയുള്ള ഇശൽ കവിയായിട്ടുള്ള മസ്താൻ കവി അബൂബക്കർ, ഇവരൊക്കെ മുമ്പ് എഴുതി വെച്ച സാധനം നമ്മൾ വർക്ക് ചെയ്തിട്ട് സിനിമയിൽ കഥാതന്തു അനുസരിച്ചാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ 100ഓളം നാടക കലാകാരന്മാർ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 100ഓളം നാടകകലാകാരന്മാർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. അതിലൊരു ആർട്ടിസ്റ്റാണ് സന്തോഷ് തച്ചണ്ണ ഇതിൽ വേഷം ചെയ്തിട്ടുണ്ട്. നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇ.കെ. അയമു സ്മാരക ട്രസ്റ്റിന്റെ 2024 ഇ.കെ. അയമു അവാർഡ് അഭിനേത്രി നിലമ്പൂർ ആയിഷയ്ക്ക് മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി M.A. ബേബി സമർപ്പിക്കും. അനുബന്ധമായി നടക്കുന്ന ഇ.കെ. അയമു അനുസ്മരണ സാംസ്കാരിക സമ്മേളനത്തിൽ KEN കുഞ്ഞഹമ്മദ്, ആലങ്കോട് ലീലാകൃഷ്ണൻ, PK പാറക്കടവ്, വിജയലക്ഷ്മി ബാലൻ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ അക്കാദമി സെക്രട്ടറിയും ഇ.കെ. അയമു സ്മാരക ട്രസ്റ്റ് അംഗവുമായ ബഷീർ ചുങ്കത്തറ, ചോപ്പ് സിനിമയുടെ സംവിധായകൻ രാഹുൽ കൈമല, നടൻ സന്തോഷ് തച്ചണ്ണ, മൊഗവൂർ ഷാജി, KR സന്ദീപ് എന്നിവർ പങ്കെടുത്തു. എയർ 1 ന്യൂസ്, കൊണ്ടോട്ടി. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ, മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.